ഹായ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ രാത്രിയിൽ എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മമ്മ കഴിക്കാൻ പോവാം. സാലറി ഒക്കെ വന്ന് അത് തീർന്നതിന് മുന്നേ ഒരു പ്രാവശ്യം ഒന്ന് പുറത്ത് പോകണ്ടേ. അങ്ങനെ ഞങ്ങളിതേ വൈകുന്നേരം ഇപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് വൈകുന്നേരം ഇങ്ങനെ നടന്നു പോകാനായിട്ട്. കാരണം ഭയങ്കര തണുപ്പല്ലേ. അങ്ങനെ നല്ല രസമായിട്ട് എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞു പോകുമ്പോൾ പിന്നെ അതിനേക്കാളും രസം. പിന്നെ സാധാരണ ഞങ്ങൾ പോകുമ്പോൾ വലിയ വലിയ ഫുഡൊന്നും കഴിക്കില്ല. സാധാരണ നമ്മുടെ ഇന്ത്യൻ ഫുഡ് എവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്ത് നമ്മൾ ചെന്ന് എവിടെയൊക്കെ ഒന്ന് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അത്രയും ടേസ്റ്റുള്ള വേറെ ഒന്നുമില്ലല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്നെല്ലാം ഓർഡർ ചെയ്തും അതിനിടയ്ക്ക് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാം ഐശ്വര്യമുള്ള എല്ലാവർക്കും ഒന്നും വരാൻ പറ്റില്ല കേട്ടോ. നമ്മൾ മാക്സിമം പോകാവുന്നവർ പോകും. പ്രിയാമണി ഒന്നും കഴിഞ്ഞ ഇപ്രാവശ്യം ഒന്നും വരാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും പ്രിയാമണീനെ കൊണ്ട് പോകുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. എല്ലാ സമയത്തും നമുക്ക് ഷിഫ്റ്റൊക്കെ ഒരേപോലെ കിട്ടി പോകാനൊക്കെ. എന്നാലും മാക്സിമം ഉള്ളവരെല്ലാവരും കൂടെ നമ്മളിങ്ങനെ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ പുറത്തു പോകും. അത് നല്ല രസമല്ലേ. കാരണം എന്നും നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ കഴിക്കുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുന്നതും പോയി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു കുറേ ഫുഡ് മേടിച്ച് കഴിക്കുന്നതിനേക്കാളും ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം ഒരുമിച്ച് ഫുഡ് കഴിക്കണം. അതിൻ്റെ ഒരു പ്രത്യേക സുഖമല്ലേ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം വന്ന് പുറത്തു നിന്ന് വായും പൊളിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ആ കട്ട തണുപ്പത്ത് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് തൊണ്ട പോയി. എന്നാലും ഇങ്ങനെ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമല്ലേ. അതൊരു പ്രത്യേക വൈബല്ലേ. അങ്ങനെ പുറത്തു ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് എന്നാലും ആ ഒരു എന്താ പറയുക ഒരു പ്രത്യേക വൈബ്.